എറണാകുളം ജില്ല NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് ശിവശങ്കരനാണ്. ഇന്നലെ ജില്ലയിലുടനീളം വലിയ പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ NDAയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? NDAയിൽ പ്രധാനമായിട്ടും ഏറ്റവും ഉറ്റുനോക്കുന്നൊരു ജില്ല കൂടിയാണ് എറണാകുളം ജില്ല. മാത്രമല്ല മണ്ഡലത്തിലേക്ക് നോക്കുമ്പോഴും NDA ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് എറണാകുളം മണ്ഡലം. അപ്പോൾ എന്തൊക്കെയാണ് ഈ തവണത്തെ പ്രതീക്ഷ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ? ഞാൻ 3 രീതിയിലാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് സർജിന് അല്ലെങ്കിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയത് ഞാൻ കാണുന്നത്. ഒന്ന്, ഇത് എല്ലാവരും കാണുന്നത് പോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ആൻറ്റി ഇൻക്യുംബൻസി, ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭരണവിരുദ്ധ തരംഗം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒന്ന്, ആൻറ്റി ഇൻക്യുംബൻസി, ഭരണവിരുദ്ധ തരംഗം. 2, ഇത്തരത്തിലുള്ള പോളിസി അല്ലെങ്കിൽ ദിസ് റിലേറ്റഡ് ഇഷ്യൂ, ആ പൊളിറ്റിക്കൽ വോട്ട്. ഈ 3 കാരണങ്ങളും BJPക്ക് അനുകൂലമാണ്. NDA നല്ല രീതിയിലുള്ള വിജയം നേടും ഈ എറണാകുളം ജില്ലയിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എക്സിറ്റ് പോളുകളെല്ലാം പറയുന്നത് സംസ്ഥാനത്ത് ഏകദേശം 3 അല്ലെങ്കിൽ 2 സീറ്റുകൾ വരെ BJPക്കോ NDAക്കോ ഉണ്ടാകുമെന്നാണ്. പക്ഷേ അതിൽ കൂടുതലുള്ളൊരു സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ കുറച്ചുകൂടി കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മലയാളികൾ അങ്ങ് മനസ്സ് തുറക്കാറില്ല എക്സിറ്റ് പോളിന് പോലും. പലപ്പോഴും തെറ്റാറുണ്ട് എക്സിറ്റ് പോള്. പക്ഷേ തീർച്ചയായും എക്സിറ്റ് പോളിനൊക്കെ കവച്ചു വയ്ക്കുന്ന ഒരു വലിയ വിജയം ഉണ്ടാകും. അത് പണ്ട് ത്രിപുരയിലെല്ലാം ഇത്തരം എക്സിറ്റ് പോളുകളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഭേദമായിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, BJP NDA സഖ്യകക്ഷികൾ പല വിചാരിക്കാത്ത സ്ഥലത്തും 1ാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ 2ാം സ്ഥാനത്തേക്കോ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. LDFൻ്റെ നില പരിതാപമാണ്. അവരുടെ പ്രവർത്തകർ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, അവർ ആക്റ്റീവ് അല്ല, അവർ എനർജറ്റിക് അല്ല. നാച്ചുറൽ ഓർഗാനിക് LDF ലീഡേഴ്സ് അവർ വീട്ടിലിരിക്കുകയായിരുന്നു. ഇത് പുറത്തൊരു തൊഴിലാളികൾ മാത്രമാണ് പുറത്ത് കണ്ടിരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഒരു ആരോപണം വരുന്നത്. അതിൻ്റെ വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അത് എന്തെങ്കിലും ഒരു പ്രത്യേക അജണ്ട വെച്ച് പെരുമാറുന്നത് പോലെയോ അല്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ BJPയെ ബാധിക്കാൻ സാധ്യതയുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? എപ്പോഴും ശോഭയെ ഹണ്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്, അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുന്ന. അത് ഒന്ന്, അവർ BJP നേതാവാണ് എന്നുള്ളത് കൊണ്ട്. 2, അവർ ഒരു വനിതാ നേതാവാണ് എന്നുള്ളത് കൊണ്ട്. 3, അവരും അഗ്രസീവായിട്ട് പല ഇഷ്യൂസിനെയും അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ട്, ശക്തമായി പ്രതികരിക്കുന്നത് കൊണ്ട് അവർക്കെതിരെയുള്ള ശത്രുക്കൾ കൃത്യമായി അവർ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ അവർ ചെയ്യുന്നുണ്ട്. അത്തരം ധാരാളം ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ മാധ്യമ ശ്രദ്ധ കിട്ടാറില്ല. ഇപ്പം ഞാൻ തന്നെ 2 ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് മാധ്യമ ശ്രദ്ധ കിട്ടിയില്ല. അത് ഈ എറണാകുളം മണ്ഡലമായതുകൊണ്ട് ഞാനായതുകൊണ്ടാണ്. അത് പക്ഷേ അത് ശോഭയ്ക്കെതിരാണെങ്കിൽ ദാറ്റ് ബിക്കം എ ബിഗ് ന്യൂസ്. ഈ 2020യുടെയും അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ കോട്ടയം ജില്ലയിലടക്കമുള്ള PC ജോർജിൻ്റെ എല്ലാം പിന്തുണ വലിയ രീതിയിൽ NDAക്ക് ഇത്തവണ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണത്തിലെല്ലാം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയുണ്ട്. ഒരു സംശയമില്ല. ഷോണായാലും PC ജോർജ് ആയാലും അതിൻ്റെ തന്നെ നല്ലൊരു ഗുണം ഞാനും എറണാകുളത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഒരു പ്രോ നേഷൻ, പ്രോ മോഡി മൈനോറിറ്റി വോട്ട്സ് അത് BJPയിലേക്ക് വരുവാൻ ഇത്തരം നേതാക്കളുടെ പ്രവർത്തനവും അതുപോലെ തന്നെ 2020യുടെ ഒരു മുന്നണി പ്രവേശനവും തീർച്ചയായിട്ടും ഗുണം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അപ്പർ മിഡിൽ ക്ലാസ് മൈനോറിറ്റി വോട്ട് റിയലി ഷിഫ്റ്റ് ടുവേഡ്സ് NDA. ആ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ആ ഒരു തടസ്സം ന്യൂനപക്ഷ വിരുദ്ധമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിരുദ്ധമാണ് എന്നുള്ള ഒരു പ്രചരണത്തിന് ഒരു നല്ലൊരു പരിധിവരെ മറികടക്കാനായിട്ട് 2020യുടെ സാബുവിൻ്റെ ഒരു പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയും ഡെഫിനറ്റ്ലി ഹെൽപ്പ് അസ്. അപ്പോൾ ജില്ലയിലുടനീളം NDAക്കും അതുപോലെ തന്നെ BJPക്കും വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അലോഷിയനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.